കേശു നിനക്ക് എന്താ വേണ്ടേ? ബുൾസൈയല്ലേ? ഓക്കെ. വാൽമാക്രി ഒറ്റയ്ക്കും തിന്നല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണോ അത്? ഓ ഇല്ലേ, ഈ അമ്മയുടെ ഒരു തിരക്ക് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണേ. സമാധാനത്തോടൊന്നും തിന്നാനും പറ്റുന്നില്ല. എടി നമുക്ക് അമ്മയോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തല്ലോ, ഒന്ന് അടുക്കളയിൽ കയറിയിട്ട് വല്ലതും ഉണ്ടാക്കി തരാൻ. ആഹാ, റിക്വസ്റ്റ് കൊണ്ട് അങ്ങ് ചെന്നാ മതി. ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചതാ, അതിന്റെ ക്ഷീണം എനിക്ക് ഇതുവരായിട്ടും മാറിയിട്ടില്ല. എന്താ ചോദിച്ചേ? പച്ചമുളക് എവിടെയാ വെച്ചതെന്ന് ഞാനൊന്ന് ചോദിച്ച്, അതിനെ വെക്കിട്ട് കയറുമായിരുന്നു. എന്താ പറഞ്ഞേ? പച്ചമുളക് അരച്ച് ചുണ്ടി തേച്ച് വെച്ചു. ഞാനിപ്പോ അതൊന്നും അല്ല ആലോചിക്കുന്നേ. പിന്നെന്താ? അല്ല, നമുക്ക് അച്ഛനും അമ്മയും ഉപേക്ഷിച്ചിട്ട് നാട് വിട്ടാലോ? മിടുക്കി. നാട് വിട്ടാൽ നമ്മൾ എങ്ങനെ ജീവിക്കും കുട്ടിക്കൊരങ്ങെ? അല്ലേലും ഇവിടെ ഒരു തേങ്ങയില്ലല്ലോ, എന്നാലും നമ്മൾ അവിടെ ജീവിക്കുന്നുണ്ടല്ലോ. അതും ശരിയാ. അത് ശരിയാ, നമ്മളിപ്പം തിന്നുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ. എന്റെ ബലമായ സംശയം, അടുക്കളയിൽ കയറാണ്ടിരിക്കാൻ വേണ്ടി അമ്മ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുവാണോ? അതുമാത്രമല്ല, അമ്മയ്ക്ക് അച്ഛനോട് നല്ല ദേഷ്യമുണ്ട്. അടുത്ത പൊളിച്ച ഉണ്ടാക്കി അപ്പോഴേക്കും പ്ലേറ്റ് ഒക്കെ കഴുകി വെക്കാം. മിണ്ടാതെ നിന്ന് കഴിച്ചോണം, ഒരു ശബ്ദം പോലും കേട്ടു വരുത്. എന്നാ ശവക്കുന്നതിന്റെ ശബ്ദം കേൾക്കും, കുഴപ്പമുണ്ടോ? പോയി അമ്മേനെ വിളിച്ചിട്ട് വാ, എന്നിട്ട് ചോദിക്കും ഇതും കഴിക്കുന്നോന്ന്. ഞാൻ പോയി ചോദിച്ചില്ല. പോ. അമ്മേ, ബ്രെഡ് ബുൾസൈയും റെഡി, വേണമെങ്കിൽ ഒന്ന് കഴി. എനിക്ക് റെഡി. പോ. വേണ്ടെങ്കിൽ ഉണ്ട, അത് ഞാൻ കഴിച്ചോളാം. വേണോ? വേണ്ടെന്ന്. വേണ്ടേ വേണ്ട, അമ്മയ്ക്ക് വേണ്ടെന്ന്. സോ ആ ബ്രെഡ് മുട്ടയും എനിക്ക്. എടാ, നിനക്ക് ഒന്നും കൂടി അമ്മയെ നിർബന്ധിക്കായിരുന്നു. പിന്നെ നിർബന്ധിച്ച അമ്മയ്ക്ക് പിന്നെയും വേണോന്ന് പറഞ്ഞാലോ? അല്ലേലും അടി ഉണ്ടാക്കുന്നവരൊക്കെ വിശന്നിരിക്കുന്നതാ നല്ലത്. അച്ഛന് കഴിക്കാന്നില്ലേ? അച്ഛനോട് ഫ്രീ അല്ലേ, അച്ഛൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോ. നീ അങ്ങോട്ട് എല്ലാരും കൂടെ ഉണ്ടാക്കി കഴിച്ചോണ്ടാ മതി. അറിഞ്ഞില്ലേ? എന്താ? അമ്മ പോണ് ഗോവയില്. അത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞ്. അപ്പൊ എല്ലാരും അറിഞ്ഞ്. ഓഹോ, ഞാൻ മാത്രം വെറും 7-ാം കൂലി കാണിച്ചു കൊടുക്കാം. എടി, ഫുഡ് റെഡി ആക്കിയാൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാട്ടോ. ഞാൻ കൊണ്ടുവരാം. തന്നെ കേറ്റ്. അടുത്തതും പോയി. ഗോവൻ ട്രിപ്പ് ശരിയായി കൊടുക്കാം. ഇവിടെ ഒന്ന് വിളിച്ച ശരിയാവൂല. നീ എന്താ എന്നെ വിളിച്ചേ? ഒരു പ്രശ്നമുണ്ടടാ. അവളില്ലേ? അവള് നീലു. അവളെ ഓഫീസിൽ നിന്ന് ടൂർ പോകണം. എന്തോന്ന് മീറ്റിംഗ് ആണ്, സിൽവർ ജൂബിലി ഒക്കെ പറയണടാ. ആഘോഷിക്കാൻ പോവാണ്. പക്ഷെ അവൾ ആഘോഷിക്കാൻ പോവല്ല, അവള് ഒഫീഷ്യൽ ടൂറിന് വേണ്ടി പോവാണ്. അവള് പോട്ടെ, നിനക്കെന്ത്? എടേ, ഗോവയിലാണ് പോണത്. ഗോവയിലാ? എന്താ? ഗോവയിൽ ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞ് പോയാലും അവിടെ ചെന്ന് ആഘോഷിച്ചു പോകും. അതാണ് ഗോവ. അത്ര മോശപ്പെട്ട സ്ഥലം ഗോവ. അതല്ല, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിന് പിന്നെ പുച്ഛം തോന്നും, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. ഒരു പ്രാവശ്യം ഗോവയിൽ പോയെന്ന് വൈ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് തോന്നും. അവസാനം ജീവിതം അവിടെ തന്നെ ആവും. അയ്യോ, അവിടെ മീൻ വെട്ടി വെച്ചിരിക്കുന്നു, പൂച്ച അടിച്ചോണ്ട് പോകും. പോട്ടാളിയാ. ഇവിടെ ഭാര്യമാരെ അടിച്ചോണ്ട് പോകാൻ വാരത്തമാര് നിൽക്കുന്നു. എൻ്റെ ആ മീൻ. ഫയൽ നോക്കി കഴിഞ്ഞാ? ഇല്ല, ഇപ്പോഴും കഴിയില്ല. ഞാൻ സഹായിക്കണോ? ബാലൊന്നും സഹായിക്കാൻ നിൽക്കണ്ട, അങ്ങ് പോയി കിടന്നാ മതി. എന്താടേ, ഞാൻ ഇലക്ട്രോണിക്സ് ഡിപ്ലോമയാണ്. അത് കയ്യിൽ വെച്ചേക്ക്, പുറത്തേക്ക് എടുക്കണ്ട. നീ ഗോവയെ പോണ്ടടി. പിന്നെ ഗോവയിൽ പോകണ്ട, ഗോവ പോയതിരിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അത് ഒരുമാതിരി വല്ലാത്ത സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണ പോണ്ട. അതെന്താ വല്ലാത്ത സ്ഥലം? ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ച് അറിഞ്ഞ്. എന്താ കുഴപ്പമെന്ന് പറ. നമ്മളെ പോലെ ഉള്ള ആൾക്കാർക്ക് ഒന്നും അവിടെ പോകാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ അത്ര പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെങ്കിലേ പോകാൻ പറ്റൂ. ആകെ പ്രശ്നമാണ് അവിടെ. ബാലു പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ സിനിമയൊക്കെ ഉള്ള ശീലമല്ലേ ഉള്ളൂ. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞൊരു നാടിനെ ചീത്താക്കരുത്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയണ കേട്ടിട്ടാണോ വിശ്വസിക്കണ്ടേ? ആരെങ്കിലും എന്തെങ്കിലും ഒന്നുമല്ല, നല്ല എവിഡൻസ് ആണ് കിട്ടിയിരിക്കണേ. നീ പോണ്ട. അത് നീ പോയാൽ എനിക്കൊരു മനസ്സമാനമില്ല. കാരണം അവിടെ പല മുഖങ്ങളാണ്, 2 ചേരിയുണ്ട്, നല്ലതും ചീത്തയായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. ഒരു കാര്യം പറയട്ടെ, ഞാൻ പോയിട്ട് വരട്ടെ, സമാധാനത്തിനൊന്ന് പോയിട്ട് വന്നോട്ടെ, മിണ്ടാതിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് നീ കേൾക്കൂല. പറഞ്ഞാൽ കേൾക്കാഞ്ഞിട്ടല്ല, പോവാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. നീ പോവും. പോണം, പോയേ പറ്റുള്ളൂ ബാലു. ഉറപ്പിച്ച്? പോവും. എനിക്ക് കിടക്കണം. കിടന്നോ? ലൈറ്റാണ് ഇടയിൽ ഇങ്ങോട്ട്. ലൈറ്റ് അടയ്ക്കാനൊന്നും പറ്റും. എനിക്ക് ലൈറ്റ് ഇടണോ? എനിക്ക് ലൈറ്റ് ഇട്ട് ഉറങ്ങാൻ പറ്റില്ലെന്ന്. ഇതാ പിടിക്കത്, പോയി കിടന്നോ.
ഇതിനകത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഏലക്ക, ജീരകം എല്ലാം അതൊക്കെ എനിക്കറിയാം. ഞാൻ അവിടെ പിന്നെ ഇതിനകത്ത് തേയില, പഞ്ചസാര, ഹോർലിക്സ്. ഞാൻ ഈ വീട്ടിൽ ഉള്ള തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അരി എവിടെ ഇരിക്കണേ? അരി അരി ഇതിനകത്തുണ്ട്. ഇത് ഏതരി? മറ്റേ പുഴുക്കലരി അല്ലേ? എന്താ ഞാൻ കഴിക്കുന്ന വെള്ള അരി എവിടെ? അത് സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ട്. സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എലി അടിക്കും. അത് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, എനിക്ക് പ്ലാഗ് ഒന്ന് ചാവട്ടെന്നാ ഞാൻ. ഇനിയിപ്പോ എന്ത് വരാൻ? ആ ഇങ്ങോട്ട് വന്നേ. ഇവിടെ നോക്കിയാൽ നീ കാണാം. കണ്ടോ, തേങ്ങ പൊട്ടിച്ചത് ഇരിപ്പുണ്ട്. അത് മാത്രം എടുത്താൽ മതി. വേറെ അടുത്ത് പൊട്ടിച്ചാൽ നശിപ്പിച്ച് കളയണ്ട. ഇങ്ങോട്ട് വന്നേ. തൈര് കണ്ടോ, തൈര് ഈ പാത്രത്തില്. മുട്ട മേടിച്ചത് ഇരിപ്പുണ്ട്. പച്ചക്കറി എല്ലാം അതിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് പാല് ഉറവഴിച്ച് വെച്ചിട്ടുണ്ട്. അത് പുറത്ത് വെക്കണം വൈകുന്നേരം ആകുമ്പോൾ. പിന്നെ ദോശമാവ് അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പത്തിന് അരച്ചത് വേറെ ഇരിപ്പുണ്ട്. എല്ലാം കൂടെ ഒരു ദിവസം കയറ്റണോ? ഒരാഴ്ചത്തേക്കുള്ള അരച്ചു വെച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ളത് ഇന്ന് രാത്രി എടുത്ത് തലേ ദിവസം എടുത്ത് പുറത്ത്. മുളകൊക്കെ ഫ്രിഡ്ജിലുണ്ട്. കഴിഞ്ഞ് നീ പോണാ? പോവാ. അരി എവിടെ? അളിയ ബാസി, അവള് പോവും. തിരിച്ചു വരില്ലെന്നാ അവിടെ ഇടാ. അവള് അവിടെ യാത്ര ബ്ലോക്ക് ചെയ്യണൂടാ, തടസ്സപ്പെടുത്തണം. അതിനുള്ള വഴി പറഞ്ഞു തരാ നീ. അവിടെ ഉണ്ട്, പോയില്ല. ഓ ശരി ഓക്കേടാ, ഓക്കെ. എൻ്റെ അമ്മോ, കുരുട്ട് ബുദ്ധിക്ക് ബാസിയെ പോയിട്ടേ ഉള്ളൂ.